നമുക്ക് ഇത് വായിക്കാം. സാംസ് 13, സങ്കീർത്തനം 13 അധ്യായം. സാംസ് 13 അതിന്റെ 4 വാക്യം, വേഴ്സസ് 4. 13 വേഴ്സസ് 4. ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞുവെന്ന് എന്റെ ശത്രു പറയരുതേ. ഞാൻ ഭ്രമിച്ചു പോകുന്നതിനാൽ എന്റെ വൈരികൾ ഉല്ലസിക്കുകയും അരുതേ. ദൈവത്തിന് സ്തോത്രം. Lest my enemies say, I have prevailed over him. Lest my foes rejoice because I am shaken. Praise the Lord. Hallelujah. ഇന്ന് Lord want to preach about a fear of failure. തോൽക്കുമെന്നുള്ളൊരു ഭയം. എന്താണത്? വി ഹാവ് എ ഫിയർ ഓഫ് ഫെയിലിയർ. അതൊരു വലിയ പവറാണ്. തോറ്റുപോകുമെന്നൊരു ഭയം നമ്മുടെ ജീവിതത്തിൽ കടന്നു കയറിയാൽ പിന്നെ നമ്മുടെ ആത്മജീവിതം വെരി ടഫ് ടു ലീഡ് എ സ്പിരിച്വൽ ലൈഫ്. പ്രൈസ് ദ ലോർഡ്. എ ഫിയർ ഓഫ് ഫെയിലിയർ. നമ്മൾ വായിച്ചതിൻ്റെ പ്രത്യേകത, ഇറ്റ് ഇസ് നോട്ട് റിട്ടൺ, ദ വേർഡ് ഓഫ് ഗോഡ് സേസ് ദാറ്റ് മൈ എനിമി സെഡ് ടു മീ യു വിൽ ഫെയിൽ. അല്ല, എനിമി പറഞ്ഞതല്ല. ദിസ് ഇസ് എ ടെസ്റ്റിമണി ഐ ആം ടെല്ലിങ് ടു മൈ സെൽഫ്. എന്നോട് വായിച്ചേ. ഞാൻ who is telling this one? My enemy is not telling. I am telling, Lord, ensure that I will not fail. Ensure that my enemy will not overcome me. This is a negative thoughts coming in our mind. എന്താണ് അതിന് കാരണം? എ ഫിയർ ഓഫ് ഫെയിലിയർ. ഒരു സിക്നസ് വന്നു കഴിയുമ്പോൾ മെഡിക്കൽ സയൻസ് ഇസ് സേയിങ് ദാറ്റ് we cannot do anything. That moment, the fear of failure will conquer my life. Praise the Lord. Hallelujah. When you are not upgraded in your official life, devil will come and tell you, you will be a failure. That fear of failure will come in our life. Amen. Our fear of failure will destroy our spiritual life. So, എപ്പോഴും enemy's ultimate aim, what is the ultimate aim of enemy? To destroy or deviate you from the real spiritual life. അവൻ്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, നിന്റെ സ്പിരിച്വൽ ലൈഫ് നശിപ്പിക്കണം. നമുക്ക് ഒരൊറ്റ ലക്ഷ്യം, എൻ്റെ സ്പിരിച്വൽ ലൈഫ് പണിയണം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. സോ ഫിയർ ഓഫ് ഫെയിലിയർ, ഇറ്റ്സ് എ റോങ് തോട്ട്. ആമേൻ. ഒരു കാര്യം ഓർക്കണം, ദൈവത്തിൽ തോൽക്കുകയില്ല. A child of God will never fail. This is the truth. ഇത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ പതിപ്പിച്ചു വെക്കണം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഞാൻ ഓർപ്പിക്കാറുണ്ട്, God can do only the best. He cannot do the worst because God is not a human being. Amen. Whatever is happening in our life, that is the best thing what God can do in your life. Hallelujah. അതുകൊണ്ട് നമ്മൾ മനസ്സിൽ വിശ്വസിക്കണം, ഞാൻ തോൽക്കുകയില്ല. മൈ ഫാമിലി ലൈഫ്, ഐ വിൽ നോട്ട് ഫെയിൽ ഇൻ മൈ ഫാമിലി ലൈഫ്. എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത്, മൈ ചിൽഡ്രൻ വിൽ നോട്ട് ഫെയിൽ. ഞങ്ങൾ ജയിക്കുമെന്ന് നമ്മൾ വിശ്വസിച്ച് അത് നമ്മുടെ ഹൃദയത്തിൽ വെക്കണം. വി ഷുഡ് കീപ് ഇൻ അവർ സ്പിരിച്വൽ തോട്ട്സ് എ ഡിസിഷൻ, എ ടോട്ടൽ ട്രൂത്ത്. ഐ വിൽ നോട്ട് ഫെയിൽ. ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്. ഐ വിൽ നോട്ട് ഫെയിൽ. ദൈവത്തിന് സ്തോത്രം. ആ ഫിയർ ഓഫ് ഫെയിലിയർ നമ്മളെടുത്ത് പുറത്ത് കളയണം. ആമേൻ. പ്രൈസ് ഗോഡ്. പൗലോസ് പറഞ്ഞു, മരിക്കുന്നത് എനിക്ക് ലാഭം. ഇഫ് ഐ ഡൈ, ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് വിക്ടറി ഇൻ മൈ ലൈഫ്. പ്രൈസ് ദ ലോർഡ്. സോ ഫിയർ ഓഫ് ഫെയിലിയർ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റുവാൻ ഇടയായി തീരണം. എന്തുകൊണ്ടാണ് മാറ്റുവാൻ ഇടയായി തീർന്നത്? വൈ യു ഹാവ് ടു ടേക്ക്, ബിക്കോസ് ദിസ് ഇസ് നോട്ട് ദ ട്രൂത്ത്. എന്താണ് ട്രൂത്ത്? വാട്ട് ഇസ് ദ ട്രൂത്ത്? ജോൺ 16:33 ഒന്ന് വായിക്കാമെങ്കിൽ. ജോൺ 16:33. നിങ്ങൾക്കെന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. I have said these things to you, that in me you may have peace. ഒന്ന് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത്. ഈ ഫിയർ ഓഫ് ഫെയിലിയർ വന്നു കഴിയുമ്പോൾ ആദ്യം ഡിസ്റ്റർബ് ആകുന്നത് എന്താണ്? സമാധാനം. When the fear of failure come into your life, your peace will be disturbed. നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടും. അതുകൊണ്ട് യേശു പറയുകയാണ്, ജീസസ് ടെല്ലിങ്, ഐ എം ഗോയിങ് ടു ടെൽ വൺ തിങ് ടു യു ബിക്കോസ് ഐ വാണ്ട് ടു എൻഷുർ യു ആർ ഹാവിങ് എ പീസ്ഫുൾ മൈൻഡ്. എന്താണത്?
In the world you will have tribulation, ആ. ഉം. but take heart, I have overcome the world. Praise the Lord. You have problems. You have tribulations. പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലമുണ്ട്. ആമേൻ, സ്തോത്രം. പക്ഷേ ഒരു കാര്യം ഓർത്തോണം, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. സ്തോത്രം. I overcome the world. Praise the Lord. So now the question, okay, Jesus overcome the world. He is victorious. What about me? യേശു ജയാളിയെ സമ്മതിച്ചു. I accept he is a victorious. But how can I believe I will be also victorious even I am a child of God? Jesus is a perfect God. He is a perfect man. He has been leading a victorious life. He proved that he is victorious. How come I shall believe I will be victorious? ദൈവത്തിന് സ്തോത്രം. How you can believe? 1 Corinthians 15:57 എന്ന് വായിച്ചേ. 1 കൊരിന്ത്യർ ലേഖനം 15:57 1 Corinthians. But thanks be to God, Thanks be to God who gives us the victory who gives us the victory through our Lord Jesus Christ. through our Lord Jesus Christ. മലയാളത്തിൽ എങ്ങനെ വായിക്കുന്നത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ മുഖാന്തരം കർത്താവായ യേശു ക്രിസ്തു മുഖാന്തിരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു ജയിച്ച ക്രിസ്തു അതേ ജയം എനിക്ക് തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Praise the Lord. Jesus is victorious. He transferred all the spiritual blessings. The Lord God transfer all the spiritual blessings through Christ. അതിലെ ഒരു ബ്ലെസ്സിംഗ് ആണ് വിക്ടറി. ഹല്ലേലൂയ. അപ്പം ത്രൂ ക്രൈസ്റ്റ് ഐ റിസീവ് ദ വിക്ടറി. ഐ ഗ്ലോറിഫൈ ദ നെയിം ഓഫ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. ഈ ഡെവിളിനെ നിങ്ങൾ ശരിക്കും യു ഹാവ് ടു സ്റ്റഡി അബൌട്ട് ഡെവിൾ ഓൾസോ. Why he want to ensure you are a failure. First question he is asking is saying that you will be a failure. That I overcome. How? Jesus said, I am a overcomer. Immediately the second question is coming. And then second question, Jesus is an overcomer. How you will be an overcomer? Word says you will be victorious through Jesus Christ. Now the third question he will put. What's the third question? You will be victorious in some matters. You will not be victorious in all matters. ചില കാര്യത്തിലൊക്കെ നീ എന്ത് ചെയ്യും? വിടുതലുണ്ട്. എല്ലാ കാര്യത്തിലും ഒന്നും വിടുതലില്ല. സ്തോത്രം. Praise God. You understood? When the truth is revealed, he will try to block to ensure that you will receive the spiritual wisdom. ഈ സത്യത്തിന്റെ സ്വർഗീയ ജ്ഞാനം നീ സ്വീകരിക്കാതിരിപ്പാൻ നിന്റെ ആത്മമണ്ഡലത്തെ ചോദ്യങ്ങളുമായി അവൻ തടുക്കും. നീ പറയണം, ആമേൻ, യേശു ജയിച്ചു, ഞാനും ജയിക്കും. ജീസസ് ഇസ് വിക്ടോറിയസ്, ഐ വിൽ ബി വിക്ടോറിയസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? യു വിൽ ബി വിക്ടോറിയസ് ഇൻ സം ആസ്പെക്ട്സ് ബട്ട് യു ആർ എ ഫെയിലിയർ ഇൻ സം ആസ്പെക്ട്. അതിനെന്ത് പറയണം? റോമൻസ് 8:37. പൂർണ്ണ ജയം പ്രാപിക്കുന്നു. No, in all these things, we are more than conquerors through him who loved us. We are more than conquerors. We will receive the perfect victory. ഞാൻ എല്ലാ മണ്ഡലത്തിലും ക്രിസ്തു ജയിച്ചത് കൊണ്ട് ഞാനും ജയിക്കും. സ്തോത്രം. Praise God. Praise the Lord. Fear of failure. Fear of failure. കർത്താവ് പറയുന്ന അനേകരുടെ ഹൃദയത്തിൽ ഇത് പോരാടിക്കൊണ്ടിരിക്കുക. This fear is fighting with many of the people. Lord is telling, remove the fear from you. You are a victorious person. I will ensure that you will be victorious. Praise the Lord. Hallelujah. നമ്മൾ ഈ വചനത്തിലൂടെ നമ്മൾ പറയാൻ പോകുന്ന ഒരു സാക്ഷ്യം. We are going to proclaim a testimony in 2026. നമ്മളൊരു സാക്ഷ്യം പറയാൻ പോവുക. എന്താണ്? തോറ്റ ഇടത്തെല്ലാം എന്താണ്? നമ്മൾ ജയിക്കാൻ പോവുകയാണ്. സ്തോത്രം. Wherever we feel I was a failure, I will receive the victory. സ്തോത്രം.
അതിനൊരു സാമ്പിൾ കാണിച്ചു തരാം. ഫസ്റ്റ് ക്രോണിക്കിൾസ് അതിൻ്റെ 18:13 ഒന്ന് വായിച്ചേ. 1 ദിനവൃത്താന്തം 18:13. ആ ആ ദാവീദ് ചെന്നിടത്ത്, ചില സ്ഥലങ്ങളിലാണോ, ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. Then he put Graysons in Ah. Edom, Ah. and all the Edomites became David's servants. Okay. And the Lord gave victory to Lord gave the victory to David to David wherever he went. wherever he went. എവിടെല്ലാം ഉണ്ടോ അവിടെല്ലാം ദാവീദിന് ജയം നൽകി. Who is David? The father told he is a failure. His brothers told he is a failure. The king Saul told he is a failure. The people of Israel told he is a failure. But Lord is telling, never mind, I will give victory wherever you are and wherever you go. നിനക്ക് ഞാൻ ജയം നൽകും. സ്തോത്രം. This is a promise of God. ഇത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. സ്തോത്രം, സ്തോത്രം. Amen. Are you alive today? Are you holding the word of God in your hand today? Believe you are a victorious person. വിശ്വസിക്കുന്ന ഈ ജയത്തിന്റെ ഭാഗത്താ. നീ തോറ്റിട്ടില്ല. ദൈവത്തിൽ തോൽക്കുകയില്ല. A child of God will never fail. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. Then we are sharing many failures in our life. I can proudly tell today morning, those failures were the best part of my life, ensuring my personal relation with my heavenly Father. എൻ്റെ കഷ്ടതകളാണ് ഇന്ന് പകലും എൻ്റെ അപ്പനോട് ചേർത്ത് നിർത്തുന്ന ആ ശക്തിയേറിയ ഊർജമെന്ന് ധൈര്യത്തോടെ ഇന്ന് പകൽ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. Praise God. Praise God. It makes you humble. It's make you perfect. It's filled with your love. I mean, the problems are the best boost energy for your spiritual life. Praise the Lord. So believe he is allowing you to go through the best part of your life because you are receiving the power in spiritual life. Praise the Lord. Hallelujah. ദൈവത്തിന് സ്തോത്രം. സോ ഇനി പ്രസംഗിക്കുന്ന ആരെയൊക്കെ മറന്നുപോയാലും ഇത്രയും ഹൃദയത്തിലിരിക്കാൻ പറ്റുമോ? Can you keep this much in your heart? You can see victory very soon. എന്താണ് you have to keep in your heart? I am a child of God. I am victorious and I will receive victory from God. Hallelujah. I will never fail. I will never fail. So the toughest preaching is preaching to yourself. മനസ്സിലാക്കുക, ദൈവത്തെ സ്തുതിക്കുക. നിന്നോട് പ്രസംഗിക്കുന്നതാണ് ഏറ്റവും ഭയാനകമായ പ്രസംഗം. Praise God. Why? You shall preach, you will not fail, but you will not accept that preaching. You will not believe that preaching. Still you have to continue the preaching. You will never fail. You will be victorious. That will bring deliverance in your life. Hallelujah. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Hallelujah. ദൈവത്തിന് സ്തോത്രം. So now Lord is given his promise. It's called a package. It's a package for a child of God. You will be victorious. So when we hear about some special things or some advertisement about a product, we will ensure that that product is good or not. That product is working or is operating as per the claim of the manufacturer. അല്ലേ? ഒരു പരസ്യം കണ്ടു കഴിഞ്ഞാൽ ഇത് അങ്ങനെ തന്നെയാണെന്ന് എൻഷുർ ചെയ്തിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അത് വാങ്ങുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. We will ensure that. The same way, I have to ensure why God is blindly giving a promise. You will be victorious.
He's not telling anything. He's blindly giving a promise. You will be victorious. Praise God. Amen. How I will ensure I will be victorious. ദൈവത്തിന് സ്തോത്രം. നമുക്ക് അത് ഉറപ്പിക്കാനായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. Psalms 13:5 ഒന്ന് വായിച്ചേ. 13:5. But I trust, but I have trusted in your, mic vechu, sorry. But I have trusted in your steadfast love. I have trusted in your love, steady love. ദൈവത്തിന് സ്തോത്രം. ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഞാൻ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. എന്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും. ആമേൻ. How to ensure? എങ്ങനെ എനിക്ക് എൻഷുർ ചെയ്യാൻ പറ്റും I will be victorious? ഒന്നാമത് നീ examine yourself. First thing, you shall put your trust in Lord. ദൈവത്തിൽ ആശ്രയിക്കണം. ഇന്നിപ്പോ നമ്മൾ എങ്ങനെയാണ്? വാട്ട് ഇസ് അവർ കറന്റ് സ്റ്റേജ്? വി ആർ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ ഫെയിലിയർ. തോൽവിയുടെ നടുവിൽ ഞാൻ നിൽക്കുക. Lord is telling blindly to me, you will be victorious. So how I'll receive that victory? First thing, you have to put the trust in Lord. Jeremiah 17:7 പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ മനുഷ്യൻ ഭാഗ്യവാൻ. Blessed is the man who trusts in the Lord. Blessed is a man who trusts in Lord. Whose trust is the Lord. Who trust only Lord. ദൈവത്തിന് സ്തോത്രം. രണ്ട് പാർട്ടാണ് അതിന്. ഫസ്റ്റ് ട്രസ്റ്റ് ലോർഡ്. ആ ട്രസ്റ്റിന്റെ കൂടെ വേറെ ആരിലും നീ എന്ത് ചെയ്യരുത്. I will trust God, at the same time I trust B. No. You shall trust God and ensure that you will trust only in God. ദൈവത്തിൽ നീ ആശ്രയിക്കുകയും ദൈവം തന്നെ നിന്റെ ആശ്രയമാണെങ്കിൽ നീ വിജയിച്ചു. സ്തോത്രം. You will be victorious the moment you decide, I will trust God and I will only trust in God. ദൈവത്തിൽ ആശ്രയിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. Proverbs 3 എന്ന് വായിച്ചേ. 3:5 തൊട്ടെന്ന് വായിച്ചേ. സദൃശവാക്യം 3:5 വാക്യങ്ങൾ. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. അടുത്ത വാക്യം. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. എങ്ങനെ ട്രസ്റ്റ് ചെയ്യണം? ട്രസ്റ്റ് വിത്ത് ഫുൾ ഹാർട്ട്. പൂർണ്ണ ഹൃദയത്തോടെ. Praise God. Why it is saying പൂർണ്ണ ഹൃദയത്തോടെ? Why it is saying full heart? We trust in God, and the moment we think the deliverance is delayed, the deliverance is delayed, വിടുതൽ വരാൻ താമസിക്കുന്നു തോന്നുമ്പോൾ നമ്മൾ പതുക്കെ മനുഷ്യരിൽ ആശ്രയിക്കാൻ തുടങ്ങും. പതിയെ മനുഷ്യരിൽ ആശ്രയിക്കാൻ തുടങ്ങും. Praise the Lord. Hallelujah. ഇവിടെ പറയുന്നു, ട്രസ്റ്റ് ഗോഡ് വിത്ത് ഫുൾ ഓഫ് യുവർ ഹാർട്ട്. അങ്ങനെയെങ്കിൽ അവൻ നിന്റെ പാതകളെ he will makes your way straight. Praise the Lord. നമ്മൾ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം നമ്മെ വിടുവിക്കും. ദൈവത്തിന് സ്തോത്രം. Hallelujah. Proverbs 28:25 ഒന്ന് വായിച്ചേ. സദൃശവാക്യങ്ങൾ 28:25. അത്യാഗ്രഹമുള്ളവൻ വഴക്കുണ്ടാക്കുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവനോ പുഷ്ടി പ്രാപിക്കും. Who trust in Lord will prosper. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും. How we can keep the trust in God? Believe God is having a purpose about you. ആ പർപ്പസ് നീ റീച്ച് ചെയ്യണമെന്ന് മോർ ദാൻ യു, ലോർഡ് ഈസ് ഹാവിങ് എ ഗ്രേറ്റ് കൺസേൺ ദാറ്റ് യു വിൽ റീച്ച് ദ പർപ്പസ് ഓഫ് ഗോഡ്.
നീ ദൈവത്തിൻ്റെ ഇഷ്ടം പ്രാപിക്കുമെന്ന്. അവൻ നിന്നേക്കാൾ കരുതൽ ദൈവത്തിനാണ്. ദൈവത്തിന് സ്തോത്രം. സോ യു ഷാൽ ട്രസ്റ്റ് ഇൻ ഗോഡ് ദാറ്റ് യു വിൽ പ്രോസ്പർ. സാംസ് 118 അതിൻ്റെ 8 9 ഒന്ന് വായിച്ചേ. സാംസ് 118 8 and 9. It is better to take refuge in the Lord than to trust in man. It is better to take refuge in the Lord than to trust in princes. മനുഷ്യനിലോ മനുഷ്യപുത്രന്മാരിലോ പ്രഭുക്കന്മാരിലോ നീ ആശ്രയിക്കരുത്. Trust in God. അപ്പൊ എന്ത് സംഭവിക്കുന്ന അറിയാമോ? If you trust in God and if you decide to trust only in God, and when you trust with the full heart and you believe that if I trust I will prosper, you will receive. അതിന്റെ 15-ാം വാക്യത്തിൽ പറയുന്നു, ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ the shouts of joy are in the tents of the are the righteous. tents of the righteous. യഹോവയുടെ വലങ്കൈ വീര്യം ആമേൻ. പ്രവർത്തിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് പറയുന്നത് വെച്ചാൽ, ഫസ്റ്റ് തിങ്, പുട്ട് യുവർ ട്രസ്റ്റ് ഇൻ ഗോഡ്. വേർ യു ആർ ഫെയിലിംഗ്, ലോർഡ് ഐ എം പ്രേയിങ്, ഐ എം ടേക്കിംഗ് ഫാസ്റ്റിംഗ്, again I am praying, still my prayers are not answered, still I am not receiving deliverance. For me the deliverance is delayed. Lord, I am losing my trust in you. My hallelujah, my heart, I trusted with the full heart. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴും and the purpose of God will never change. The purpose of God will never change. Your trust in God will change according to their situation. ദൈവത്തിലുള്ള നിന്റെ ആശ്രയം നിന്റെ പ്രശ്നങ്ങളോടുള്ള ബന്ധത്തിൽ അത് മാറിയും മറഞ്ഞുകൊണ്ടേയിരിക്കും. ദൈവത്തിന് സ്തോത്രം. Praise the Lord. Hallelujah. But the purpose of God will never change. നിന്നെ എവിടെ എത്തിക്കണമോ ദൈവം അവിടെ എത്തിക്കും. ദൈവത്തിന് സ്തോത്രം. What you have to do, the purpose, to fulfill the purpose of God, simply trust only in God. ദൈവത്തിൽ മാത്രം നീ ആശ്രയിക്കുക. ശരിക്കും അതൊരു കോൺഫിഡൻസ് ആണ്. ഇറ്റ്സ് എ റിയൽ കോൺഫിഡൻസ്. യു വിൽ ബിക്കം പവർഫുൾ, യു വിൽ ബിക്കം സ്ട്രോങ്, യു ബിലീവ്, യു നോ ദാറ്റ് മൈ ഗാഡ് വിൽ ഡു ദ റൈറ്റ് തിങ് അറ്റ് ദ റൈറ്റ് ടൈം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവാത്മാവിനോട് പറയുവാനുള്ളത്, ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. മനുഷ്യരിലോ പ്രഭുക്കന്മാരിലോ ഉന്നതന്മാരിലോ നീ ആശ്രയിക്കരുത്. Don't trust in any man, don't trust in any powerful person in the world. Trust in God. Lord will provide the deliverance. I mean, you will be victorious. നീ പരാജയപ്പെട്ട മണ്ഡലങ്ങളിൽ നീ ജയിക്കും. ദൈവത്തിന് സ്തോത്രം. Psalms 13:5 ഒന്നുകൂടെ വായിച്ചേ. ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു, എന്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും. But I have trusted in your steadfast love. My heart shall rejoice in your salvation. My heart shall rejoice in your salvation. ദൈവത്തിന് സ്തോത്രം. എപ്പോഴാണ് ഇത് പറഞ്ഞു തുടങ്ങുന്നത്? When it is saying, we can see that he is saying in the 4th verse, Lord, don't my enemy will say that I am a failure. So David is in front of a failure, but David is telling that I will trust in God. Still he is in front of failure, but he is telling that even I am in the midst of failure, I believe you will provide deliverance. I am going to rejoice from now. മനസ്സിലാക്കുക. ദൈവത്തെ സ്തുതിക്കുക. നമ്മുടെ പ്രത്യേകത, ഒരു പ്രശ്നം നമുക്കുണ്ടെങ്കിൽ പ്രശ്നത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച ശേഷം മാത്രമേ നമ്മുടെ മുഖത്തൊരു സന്തോഷം വരത്തുള്ളൂ. സ്തോത്രം. When we are in a problem and when God give a deliverance to that problem, that moment where the happiness will come back to our life. Till that moment we will be gloomy, we will be depressed, we don't have that spiritual energy to read the Bible, to pray to God, and we will be depressed. We'll say that, Lord, why I am leading a spiritual life? I have problems still. You are not providing me a deliverance.
How you'll be victorious? You start rejoicing from today. ഇന്ന് മുതൽ നീ സന്തോഷിക്കാൻ തുടങ്ങ. സ്തോത്രം. എന്തിനു സന്തോഷിക്കണം? മൈ ഫാമിലി വിൽ ബി സേവ്ഡ്. എൻ്റെ കുടുംബം വിടിവിക്കപ്പെടും. വിടിവിക്കപ്പെട്ടില്ലോ എന്നോർത്ത് ഇന്നു മുതൽ കരയുവാനല്ല, ഇന്നു മുതൽ വിടിവിക്കപ്പെട്ടു എന്നോർത്തുകൊണ്ട് നീ ഇന്നു മുതൽ സന്തോഷിക്കണം. യു ഹാവ് ടു റിജോയ്സ്. മൈ ഫാമിലി ഈസ് ഡെലിവേർഡ്. ഗോഡ് വിൽ ഡെലിവർ അറ്റ് ദ റൈറ്റ് ടൈം, ബട്ട് ഐ വിൽ റിജോയ്സ് ഇൻ ദ സാൽവേഷൻ, ഗോഡ് സാൽവേഷൻ. സ്തോത്രം. ലോർഡ്, ഐ എം ഹാവിങ് സിക്നസ്. രോഗിയാ ഞാൻ. രോഗസൗഖ്യത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട ഒരു സാക്ഷ്യം പറയുവാൻ ഇന്ന് നീ പറ, ദൈവം എന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. Don't wait for a deliverance, healing of your sickness. You proclaim. ഇത് ആരോട് പറയണം? You have to tell to yourself, I will rejoice in God. I will rejoice in God. My sickness will be healed. Amen. My family will be saved. My children will receive the heavenly wisdom. They will become a child of God. ഇതൊന്നും സംഭവിക്കുന്നില്ലെങ്കിലും നീ നിന്നോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ദൈവത്തിന് സ്തോത്രം. I will rejoice. I will rejoice in God's salvation. ദൈവത്തിന് സ്തോത്രം. നമ്മളോട് ആൾക്കാർ ചോദിക്കുന്നത് എന്താ സിസ്റ്റർ ഭയങ്കര ഭാരത്തോടിരിക്കും, എന്താ ബ്രദറെ ഭാരത്തോടിരിക്കുന്നത്? Why your face are not, we cannot see happiness in your face. Why sister you are gloomy? Why brother you are gloomy? Because you are facing problems. You are not facing your loving Father. Rejoice today. സ്തോത്രം. Rejoice today. ഇന്നു മുതൽ സന്തോഷത്തിലേക്ക് വാ. Come to happiness today morning. Why you are coming to your happiness? You are seeing in heavenly vision, my problems are answered. എൻ്റെ പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരം കൽപ്പിച്ചിരിക്കുന്നു. എൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് ദൈവം വിടുവിച്ചിരിക്കുന്നു. ഇന്നു മുതൽ സന്തോഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ചർച്ച വരുന്നത് എങ്ങനെ ആയിരിക്കും? ബൈബിളൊക്കെ പിടിച്ചിങ്ങനെ you are coming to church like this. When we are pastors telling to pray, we are gloomy, we are praying. When time of worship, we are gloomy, we will not clap, we will not sing. Like that, we, by the body language, we can realize the truth. The fear of failure is conquering your life. You lost the hope. I mean, നിന്നോട് തന്നെ പറയണം. എന്ത് പറയണം? I will be victorious. I'm not waiting to receive the happiness. I receive the happiness from God today. ഇന്ന് നീ സന്തോഷിക്കാൻ തുടങ്ങിയാൽ സ്തോത്രം, ഇന്ന് പകൽ അതിന്റെ വിടുതലിന്റെ ആരംഭമാണ്. സ്തോത്രം. Praise the Lord. Hallelujah. John chapter 11, 13 and 14 എന്ന് വായിച്ചേ. യേശു പറഞ്ഞു, മരിച്ചവന്റെ സഹോദരിയായ മാർത്ത കർത്താവെ നാറ്റം വെച്ചു തുടങ്ങി 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. Praise the Lord. Jesus said, take away the stone. Martha, the sister of the dead man, said to him, Lord, by this time there will be an order, for he has been dead for days. Jesus said to her, did I not tell you that if you believed, you would see the glory of God? Just go to the house of Lazarus. There is no happiness. There is no joy. Their brother is dead. Sisters are crying. The relatives are crying. Even after 4 days, the family is still having that depression is ruling totally that family. Praise God. Hallelujah. When Jesus told, I am going to do a deliverance from Heavenly Father, a miracle is going to happen. Then what is the answer of Martha? Lord, what are you telling? Almost 4 days finished. Even we are not able to stand here. If you open the graveyard, the smell, we cannot stand here. But what's the reply of Jesus? If you believe,
Don't believe after the resurrection of Lazarus. Believe now. Before the resurrection of Lazarus, you will receive the glory of God. ലാസർ ഉയർത്തെഴുന്നേറ്റല്ല നീ വിശ്വസിക്കേണ്ടത്. ഇന്ന് നീ വിശ്വസിക്ക്, മരിച്ചു കിടക്കുന്ന വിഷയങ്ങൾ നിന്റെ ജീവിതത്തിൽ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. സ്തോത്രം. The problem, the subject, the issues you already proclaimed is dead. Lord is going to bring back to your life. നീ തന്നെ വിധി എഴുതിയതുണ്ട്. ഇത് മരിച്ചു, ഇത് അവസാനിച്ചു, ഇതിനി ഒരിക്കലും വിടുതലില്ല എന്ന് നീ തന്നെ പറഞ്ഞെടുത്ത് ഇന്ന് പകൽ മാർത്തയോട് നിന്നോട് ചോദിക്കുക, can you believe you are going to see the glory of God? ആമേൻ. നടക്കില്ലെന്ന് നീ ചിന്തിച്ചിരിക്കുന്ന വിഷയത്തിൽ ഇന്ന് പകൽ നീ തന്നെ വിശ്വസിക്കാമെങ്കിൽ ആമേൻ, വിടുതൽ നിന്റെ കൺമുമ്പിൽ വിടാൻ പോവുക. ഒരു സാധാരണ വിടുതലല്ല. ആമേൻ. ഗ്രേവിയാർഡ് ഓപ്പൺ ചെയ്യണം. They have to open the graveyard. That bad smell റിമൂവ് ചെയ്യണം. ബോഡിയിലേക്ക് ലൈഫ് മടക്കി കൊണ്ടുവരണം. And all the clothes what binded with Lazarus, അത് റിമൂവ് ചെയ്യണം. You are telling to God, Lord, it's very difficult to give a deliverance in my life. You are mistaken, my dear brother and sister. Your father is saying that if you start believing today, I will provide the deliverance. You will proclaim the glory. Hallelujah. Stotram. Praise the Lord. വിശ്വസിച്ചാൽ ആമേൻ, ദൈവത്തിന്റെ മഹത്വം കാണാം. എപ്പോൾ വിശ്വസിക്കണം? ലാസർ എഴുന്നേറ്റിട്ടല്ല, ഇപ്പോൾ നീ വിശ്വസിക്കണം. Now you have to believe. Praise the Lord. നമ്മൾ അബ്രഹാമിനെ പഠി റോമൻസ് 4 അതിന്റെ 18 എന്ന് വായിച്ചു. 4:18. First Abraham believed God. Abraham believed God. അടുത്തത്. He believed and he never become weak in belief. നമ്മൾ വിശ്വസിക്കും, അല്പം കഴിയുമ്പോൾ വിശ്വാസം നമ്മൾ എന്ത് ചെയ്യും? ക്ഷീണിക്കും. We will become weak in our belief. അടുത്ത വാക്യം. I mean, he didn't become weak. Instead, he became more powerful in belief. ഓരോ ദിവസം കഴിയും തോറും വിശ്വാസം കുറഞ്ഞില്ല, വിശ്വാസം വർദ്ധിച്ചു. വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. He became strong in belief. അടുത്ത് പറയുന്നു, he was fully convinced. നോക്കിക്കേ, different stages of faith. We believe God. He didn't become weak in faith. He became strong in faith. His belief was not having a waver. It was not changing. It was a steady faith, and he was fully convinced, my God will provide deliverance. Praise the Lord. ഞാൻ എൻ്റെ രക്ഷയിൽ ആനന്ദിക്കും. രക്ഷ വന്നിട്ടില്ല, പക്ഷെ ഇന്ന് മുതൽ ഞാൻ ആനന്ദിക്കും. സ്തോത്രം. Salvation has not came to my life. Deliverance I have not received in my life. But the problems I am facing, I will start rejoicing from today. ഇന്ന് മുതൽ സന്തോഷിക്കാൻ തുടങ്ങും. ദൈവത്തിന് സ്തോത്രം. Hallelujah. And Psalms 13 and the last verse ഒന്ന് വായിച്ചു. 13:6. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. Praise the Lord. First I put the trust in God. Then I started preaching to myself. എന്താ preach ചെയ്യാൻ തുടങ്ങിയത്? I will sing. You believe. Don't be weak in your faith. Be strong in your faith. Be fully convinced in your faith. And start believing from today, God will give deliverance. You started preaching to yourself. അവസാനം പറയുന്നു 13:6 എന്ന് വായിച്ചേ. എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. I will sing to the Lord because he has dealt bountifully with me. Amen. സ്തോത്രം. Personally I put my trust.
Personally, I believed in God, fully convinced to believe. Now, I proclaim my deliverance to people. I will sing to the Lord. I will sing to the Lord. എന്തുകൊണ്ടാണ്? God has done great things in my life. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുന്നതുകൊണ്ട്. ആമേൻ, സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. എന്താ ഇതിന്റെ അർത്ഥം? റിമെമ്പർ, സ്റ്റിൽ യു ആർ ഇൻ ദ ഫേസ് ഓഫ് ഫെയിലിയർ. ഇപ്പോൾ നിങ്ങൾ പരാജയത്തിന്റെ ഭാഗത്ത് നിൽക്കുക. From today I will rejoice, and from today I will proclaim to other people. സ്തോത്രം. ഉദാഹരണം എന്താണ്? Any new believer or your friends are coming to you saying that, brother, sister, I am going through big problems. What will be our reply? Brother, we are also going through more problems. നിന്നെക്കാളും വേദനയില്ല ഞാൻ ഇരിക്കുന്നത്. എനിക്കങ്ങനെ വിടുതല ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക. Praise God. Today I want to proclaim, to glorify His name. From 2004 to 2009, where we were in the midst of the real problems, that was a time God has used us to proclaim His glory. Hallelujah. ഏറ്റവും കഷ്ടതയിലിരിക്കുമ്പോൾ ഈ ദൈവം നല്ലവനെന്ന് വിളിച്ചു പറയുവാൻ ദൈവം കൃപ നൽകി. സ്തോത്രം. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. നിനക്ക് എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും വിശ്വസിക്കുന്ന നീ നിന്റെ അടുത്തേക്ക് വരുന്ന സഹോദരിയോട് പറയണം, ധൈര്യപ്പെട്, ബി സ്ട്രോങ്. The Lord I am serving will deliver you. Hallelujah. To tell that you shall believe that the Lord who is serving you will deliver you. നിന്നെ വിടുവിക്കും നീ വിശ്വസിച്ചെങ്കിൽ മാത്രമേ അടുത്തൊരു വ്യക്തിയോട് നിന്നെ വിടുവിക്കും നിനക്ക് പറയാൻ കഴിയുള്ളൂ. സ്തോത്രം. നമ്മൾ തന്നെ എന്താ, അയ്യോ കർത്താവേ, നാളുകളായി പ്രാർത്ഥിക്കുക, long years I am praying this, no deliverance. So we cannot share the belief, share that hope to others. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജോബിൻ ലൈഫ് പഠിക്കാമെങ്കിൽ, he was a righteous man. He was a personal relation with God. He was a praying man. He's a man of worship. Even his wealth was lost. Even the children was lost. Everything was lost. But the word of God says that still Job hold the faith in God. He didn't mock against God. He was not talking anything against God. ദൈവത്തിന് വിരുദ്ധമായി യോബ് സംസാരിച്ചില്ല. But if you go to chapter 4:3, you can see the strong spiritual man Job. നീ പലരെയും ഉപദേശിച്ചു, തളർന്ന കൈകളെ ശക്തീകരിച്ചു, തളർന്നവരെ ശക്തീകരിച്ചു, വീഴുന്നവനെ നിന്റെ വാക്ക് താങ്ങി, നീ പലരെയും താങ്ങി, കുഴയുന്ന മുഴങ്കാൽ നീ ഉറപ്പിച്ചിരിക്കുന്നു, പലരെയും ഉറപ്പിച്ചു. ഇപ്പോൾ നിനക്കിത് ഭവിച്ചിട്ട് നീ സംഭവിച്ചപ്പോൾ നീ വിഷാദിക്കുന്നു. നീ ഇതാ നടക്കുന്നത്. Behold, you have instructed many. You instructed many. And you have strengthened the weak. Strengthened many. Your words have upheld him who was stumbling. You made people to be strong in their spiritual life. And you have made firm the feeble knees. You made the firm spiritual life for other many people. You were strong in spiritual life. The moment now, but now it has come to you. Now the problems conquer your life. And you are impatient. You are totally depressed. സ്തോത്രം. പ്രൈസ് ഗോഡ്. പലപ്പോഴും നല്ല രസമാണ്. എന്താണ്? പ്രസംഗിക്കാൻ നല്ലതാ. It's very good to preach. Believe, be strong. When the problem comes to me, when the problems come to me, I'll be totally down. Lord is telling, don't go down. You proclaim the glory, because യഹോവ എനിക്ക് നന്മ ചെയ്തത് കൊണ്ട് ഞാൻ അവന് പാടും. സ്തോത്രം. ചെയ്യാനിരിക്കുന്നതുകൊണ്ടല്ല, അവൻ ചെയ്തത് കൊണ്ട്. Because he has done, I will proclaim his glory. സ്തോത്രം. അടുത്ത് വരുന്നവനോട് പറയണം, brother, don't afraid, be strong.
Lord will provide. Lord will heal. Lord will deliver. Amen. അതാണ് Amen. Proclaiming the glory of God. വിക്ടോറിയസ് ആകണമോ? ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ പ്രോബ്ലം ബിലീവ്. എങ്ങനെ ബിലീവ് ചെയ്യണം? ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കണം. രണ്ടാമത്, അവൻ നന്മ ചെയ്തവനെ പോലെ നീ ജീവിക്കണം. സ്തോത്രം. യു ലീഡ് എ ലൈഫ് ലൈക്ക് എ പേഴ്സൺ ഹു റിസീവ് ഡെലിവറൻസ് ഫ്രം ഗോഡ്. ആമേൻ. അപ്പോൾ ജനം പറയും, seeing you, people will say, see this brother, see the sister, he is in the midst of the problem, but still he is powerful, still he is depending God. ജോബിന്റെ ഭാര്യ എന്താ പറഞ്ഞു? What the wife of Job tell him? Still you are worshiping God, still you are following this God. Deny him, everything is lost. Deny him. Praise God. Hallelujah. But Job is telling, Amen, my Lord, he is a real Lord. Hallelujah. Hallelujah. ഇന്ന് മുതൽ സന്തോഷിക്ക്, ഇന്ന് മുതൽ പ്രഘോഷിക്ക്. എന്താണ്? എൻ്റെ ദൈവനെ വിടുവിച്ചിരിക്കുന്നു. Brother, why there is no blessing in your life? Who told? I am blessed. I am blessed. Praise God. Praise God. Hallelujah. The last company when I was terminated, everyone knows that I am leading a spiritual life. I am conducting a church. I am doing so many things. All my colleagues were knowing that, and I am the only person terminated from there. But Lord gave me grace to tell them there's a purpose behind it. My Lord will never leave me alone. My Lord will provide the right time. Amen. Hallelujah. Now the friends are calling me and telling that, Lord, taken you from this place. You are blessed. Hallelujah. Praise the Lord. In the midst of the problem, proclaim his glory. Hallelujah. Believe you are a child of God. You will never fail. നീ ഒരിക്കലും പരാജയപ്പെടുകയില്ല. ലാസറിനെ പോലെ മരിച്ച വിഷയങ്ങൾ ഇന്നു മുതൽ സന്തോഷിക്കാൻ തുടങ്ങിയാൽ, ഇന്നു മുതൽ പ്രഘോഷിക്കാൻ തുടങ്ങിയാൽ, ഇന്നു മുതൽ നിന്റെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയാൽ നീ വിജയം കാണും നിശ്ചയം. Praise God. Hallelujah. You are concerned, you can share with God, not with people. നിന്റെ കരച്ചില്, നിന്റെ വേദന, എൻ്റെ അപ്പാ എന്നെ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്? You can talk to your father anything. He will not do anything. But don't proclaim the same thing to the other people. Because you are called to share the glory of God. നിന്നെ വിളിച്ചത് ദൈവത്തിന്റെ മഹത്വം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാ. ആമേൻ. നിന്റെ ദുഃഖങ്ങൾ പകരുവാനല്ല, നിന്റെ വേദനകൾ പകരുവാനല്ല, നിന്റെ തോൽവി പകരുവാനല്ല, നിന്നെ വിടുവിച്ച ദൈവത്തിന്റെ മഹത്വം പകരുവാനാ ദൈവം നിന്നെ വിളിച്ചത്. To share the glory to others. In the midst of reproach, the midst of the problem, in the midst of the tribulations, you have to proclaim the glory of God. For that, personally trust God. Personally rejoice from today and personally change your attitude. I received my deliverance. Don't tell, I am going to receive. Tell today, I received. ദൈവം എനിക്ക് തന്നിരിക്കുന്നു. ലാസ്റ്റ് വാക്യത്തോട് വായിച്ചേ, യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുന്നുണ്ട്. എപ്പോൾ പാടും? നന്മ ചെയ്തിട്ടല്ല, ഇന്ന് മുതൽ പാടും. I will proclaim from today the victory of God. Not I am waiting for the victory. Why we are waiting for victory? Because we believe that I am a failure today. The moment you believe that you are victorious today, you will rejoice in God. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. അതിന്റെ 13:4 എന്നോട് വായിച്ചു. 13:4. ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞുവെന്ന് എന്റെ ശത്രു പറയരുതേ. The wish of my enemy. എന്താണ്? Please my enemy say, I have prevailed over him. I prevailed over him. Hallelujah. നിന്നെ തോൽപ്പിച്ച് കളയുവാനും എന്ന ആഗ്രഹത്തോടു കൂടെ ശത്രു നിൽക്കുമ്പോൾ നിന്നെ ജയിപ്പിക്കുമെന്ന് ഉറപ്പിച്ച് ഒരു പിതാവ് നിനക്ക് വേണ്ടി നിൽക്കുന്നു. You will be victorious.
You will never fail. You will never fail. You will never fail. It's the promise of God. Amen. Trust in God. Believe from today. Rejoice from today. Proclaim from today. Amen. You are going to see the glory very soon. എതിരിക്കാൻ പ്രാർത്ഥിക്കാം.